ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഞാൻ ഇന്ന് വെണ്ടയ്ക്ക ഒരു തോരൻ വെക്കുകയാണ്. ഇതൊരു 200 ഗ്രാം വെണ്ടയ്ക്കയുണ്ട്, ഒരു സവോള, ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കരിവേപ്പിലയുണ്ട്, പച്ചമുളക് ഞാൻ വെണ്ടയ്ക്കേൻ്റെ കൂടെ ഇട്ട് ഒതുക്കാനുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. എന്നിട്ട് ചട്ടി നമ്മൾ അടുപ്പിലേക്ക് വെക്കണേ. ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കടുക് പൊട്ടിക്കണം. ആദ്യം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇതിനകത്തേക്ക് ചേർത്തണം. ഉണക്കമുളക് ചേർത്തി അതിന് ശേഷം സവോള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ഇടണം കേട്ടോ. പക്ഷേ ഈ വെണ്ടയ്ക്കതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾക്ക് ശരിക്കും കുടൽ ക്യാൻസർ വരുന്നതിന് വെണ്ടയ്ക്ക നന്നായി സഹായിക്കും, വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി വന്നവർക്കാണെങ്കിൽ ഇത് കഴിക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾക്ക് പൈൽസും അങ്ങനെ മലബന്ധമൊക്കെ ഉള്ളവർ എന്നും കുറച്ച് വെണ്ടയ്ക്ക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മലബന്ധം മലശോധനം കിട്ടും നമുക്ക്. വെണ്ടയ്ക്കതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നേരം വിശക്കില്ല. വെണ്ടയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക തോരൻ കൂട്ടി ചോറുണ്ടാ നമുക്ക് കൂടുതൽ നേരം വിശക്കില്ല. ചിലവർക്ക് സംശയമാണ് വെണ്ടയ്ക്ക കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാ. നെവർ, ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. വെണ്ടയ്ക്കതിനകത്ത് കൊളസ്ട്രോൾ ഒന്നുമില്ല, നല്ല ഫാറ്റാണ് അതിനകത്തുള്ളത്. ഈ കുടൽ ക്യാൻസറൊക്കെ ഉള്ളവരും കുടൽ ക്യാൻസർ വരാതിരിക്കാനും വേണ്ടി വെണ്ടയ്ക്ക നന്നായിട്ട് കഴിക്കണം. വെണ്ടയ്ക്കതിനകത്ത് ഫൈബർ അടങ്ങിയത് കൊണ്ടാണ് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അപ്പം എൻ്റെ വെണ്ടയ്ക്ക നല്ലോണം വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒതുക്കി വെച്ച തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക ശരിക്കും ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്വാദേറിയ ഒരു തോരനാണ് വെണ്ടയ്ക്ക. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കാം. ഞാൻ കൂടുതലും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കൽ, പക്ഷേ ഇവിടെ മോളിക്ക് ഇഷ്ടം തോരനാണ് അവൾക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വെണ്ടയ്ക്ക തോരൻ വെച്ചത്. അപ്പം മോനും ഇഷ്ടമാണ് തോരന്. അപ്പോൾ വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ തോരൻ വയ്ക്കും, ചിലപ്പോൾ മെഴുക്ക് പുരട്ടിയും വെക്കും കേട്ടോ. എപ്പോഴും നമ്മൾ വെണ്ടയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ ഈ മലബന്ധമുള്ളവരൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് മലശോധനം കിട്ടും. അതിനകത്ത് ഒരുപാട് ഫൈബർ അടങ്ങിയത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ വിശപ്പിനെ സഹായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.